അതുകൊണ്ടാണ് ഗുരുദേവൻ ആത്മോപദേശ ശതകത്തില് ഗുരുദേവൻ പറഞ്ഞത്, പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. വികൃതി വിടുന്നതിനായി വേല ചെയ്വീല, അകൃതി ഫലാഗ്രഹമറ്റ് അറിഞ്ഞിടണം. നിങ്ങൾ ആത്മോപദേശ ശതകം വായിക്കാറുണ്ടോ? നിങ്ങൾ ചൊല്ലാറുണ്ടോ? ഗുരുവിനെ അറിയുക എന്ന് പറയുന്നത് ഈ മായയിൽ നിന്ന് കരയേറുന്നതിനുള്ള വലിയൊരു മരുന്നാണ്. ഇതിലും വലിയൊരു മൃതസഞ്ജീവനി നമുക്ക് കിട്ടാനില്ല. അതല്ലെങ്കിൽ എന്തു പറ്റും? അതല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഈ മായയുടെ ഏടാകൂടത്തിൽ പെട്ടുകൊണ്ടിരിക്കും. മായ എന്ന വാക്കിന് അധ്യാത്മശാസ്ത്രത്തിലുള്ള പ്രാധാന്യം ചില്ലറയൊന്നുമല്ല. അത്രമാത്രം മായ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു സിംഹം, ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു സിംഹം, ഒരു പെൺസിംഹം, അതിങ്ങനെ ഇര തേടി നടക്കുന്നതിനിടയിൽ ഒരു പാറയിൽ നിന്ന് വേറൊരു പാറയിലേക്ക് എടുത്തു ചാടുന്ന സമയത്ത് അത് പ്രസവിക്കുകയും ആ പ്രസവിച്ച കുഞ്ഞ് ഒരു ആട്ടിൻ പറ്റത്തിനിടയിലേക്ക് വീഴുകയും ചെയ്യണ്ടായി. ഈ പ്രസവിച്ച സിംഹക്കുട്ടി വന്ന് വീണത് ആട്ടിൻ പറ്റങ്ങൾക്കിടയിലായിരുന്നു. പക്ഷെ ആട്ടിൻ കുഞ്ഞുങ്ങള് സാത്വികരാണ്, പാവങ്ങളാണ്. അപ്പൊ ഈ ആടുകളുടെ കൂട്ടത്തില് ഈ സിംഹക്കുട്ടി വളരുകയാണ്. അവൻ കണ്ണു തുറന്നപ്പോൾ മുതൽ കണ്ടത് ചുറ്റിലുമുള്ള ആട്ടിൻ കുഞ്ഞുങ്ങളെയാണ്. അപ്പൊ ഈ സിംഹക്കുട്ടി വിചാരിച്ചത് ഞാനും ഒരു ആട്ടിൻകുട്ടിയാണ് എന്നാണ്. അപ്പൊ ആട്ടിൻകുട്ടികളുടെ അമ്മ ഈ സിംഹക്കുട്ടിക്ക് ആട്ടിൻകുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നതോടൊപ്പം തന്നെ സിംഹക്കുട്ടിക്കും പാല് കൊടുക്കും. ആട്ടിൻകുട്ടികൾ ഇങ്ങനെ കളിച്ചു കൂത്താടി നടക്കുന്നത് പോലെ ഈ ചാടിത്തുള്ളി സിംഹക്കുട്ടിയും നടക്കും. അവന് ഗർജിക്കാൻ മറന്നുപോയി. ആട്ടിൻകുട്ടികൾ എങ്ങനെയാണോ മേ എന്ന് കരയണത് അതുപോലെ ഈ സിംഹക്കുട്ടിയും കരയാൻ തുടങ്ങി. ആട്ടിൻകുട്ടികൾ തിന്നുന്ന പുല്ലുകളൊക്കെ സിംഹക്കുട്ടിയും തിന്നാൻ തുടങ്ങി. അവനറിയില്ല എര പിടിച്ചാണ് ഞാൻ ജീവിക്കേണ്ടതെന്ന് അറിയില്ല. എല്ലാ ശൗര്യങ്ങളും മറന്നുപോയിട്ട് അവനൊരു പാവം ആട്ടിൻകുട്ടിയായിട്ട് ജീവിക്കുകയാണ്. ഇങ്ങനെ ആട്ടിൻകുട്ടികൾക്കിടയിൽ ആട്ടിൻകുട്ടികളിൽ ഒരുവനെ പോലെ ജീവിക്കുന്ന അവന് ഒരു ദിവസം കാട്ടിലെ വൃദ്ധനായ ഒരു സിംഹം കാണുകയാണ്. അയാൾക്ക് വല്ലാത്ത നാണക്കേടായി. എന്തൊരു ജീവിതമാണ് അവന്റെ! സിംഹമാണ് പോലും, സിംഹം. അപ്പോ ഈ വൃദ്ധനായ സിംഹം ഇവന്റെ അടുത്തേക്ക് ഇവനെ ഓടിച്ചു. ഈ സിംഹക്കുട്ടിയാണെങ്കിൽ ഈ സിംഹത്തെ കണ്ട് പേടിച്ച് ഓടി, പാഞ്ഞോടി. പക്ഷേ വൃദ്ധനായ സിംഹം ഇവനെ വിടാതെ പിന്തുടർന്ന് ഇവനെ പിടിച്ചു. ഇവനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? വളരെ തെളിഞ്ഞ ഒരു നദിക്കരയിലേക്ക് കൊണ്ടുപോയി. ഒരു പുഴയുടെ ഓരത്തേക്ക് കൊണ്ടുപോയി. നല്ല തെളിഞ്ഞ ജലം. അതിലേക്ക് നോക്കിയാൽ സ്വന്തം പ്രതിച്ഛായ കാണാൻ കഴിയുന്നത്ര സ്ഫടിക സംകാശമായിരിക്കുന്ന ജലം. ആ തീരത്ത് കൊണ്ടുചെന്ന് നിർത്തിയിട്ട് ഈ വൃദ്ധനായ സിംഹം ഇവനോട് പറഞ്ഞു, നോക്കടാ നിന്റെ മുഖം, നീ നിന്റെ മുഖം ഒന്ന് ഇതിൽ നോക്കൂ എന്ന് പറഞ്ഞു. ഈ സിംഹത്തിന്റെ മുഖം അതിൽ കണ്ടു. നല്ല ഉശിരുള്ള താടി, പ്രൗഢഗംഭീരമായിരിക്കുന്ന മുഖം. ആട്ടിൻകുട്ടികളുടേതുപോലെയൊന്നും അല്ല, വളരെ പ്രൗഢോജ്വലമായിരിക്കുന്ന മുഖഭാവം കണ്ട് സിംഹക്കുട്ടിക്ക് തന്നെ അത്ഭുതമായി. എന്നിട്ട് ആ വൃദ്ധനായ സിംഹം ഒന്ന് ആഞ്ഞ് ഗർജിച്ചു. ആ വൃദ്ധനായിരിക്കുന്ന സിംഹത്തിന്റെ ഗർജനം കേട്ട് ആദ്യം ഇവൻ പേടിച്ചു വിറച്ചു. എങ്കിലും വൃദ്ധനായ സിംഹം ഈ സിംഹക്കുട്ടിയോട് പറഞ്ഞു, നീ ഇതുപോലെ ഒന്ന് ഗർജിക്കൂ. അപ്പോൾ ആ സിംഹക്കുട്ടി മുഴുവൻ ആത്മവിശ്വാസവും ഏറ്റുവാങ്ങിക്കൊണ്ട് ഗർജിച്ചു. അവന്റെ ഗർജനത്തിന്റെ മുഴക്കത്തിൽ ആ കാട് തന്നെ പ്രകമ്പനം കൊണ്ടു, ആ വനം തന്നെ പ്രകമ്പനം കൊണ്ടു. അവന്റെ ഗർജനത്തിൽ അവന്റെ അതുവരെ കൂട്ടുകാരായിരുന്ന ആട്ടിൻകുട്ടികളൊക്കെ ഓടിമറഞ്ഞു. എന്നിട്ട് ആ വൃദ്ധനായ സിംഹം അവനോട് പറഞ്ഞു, മോനെ, നീ സിംഹമാണ്, ആടല്ല. സിംഹമായ നീ
ആടിനെ പോലെ ഇതുവരെയും ജീവിച്ചു. നിന്റെ ധർമ്മത്തിൽ നിന്നകന്ന്, നിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നകന്ന്, നീ ആരാണെന്നുള്ള തിരിച്ചറിവുകളൊക്കെ ഇല്ലാണ്ടായി നീ ജീവിച്ചു. സിംഹമായി ജനിച്ച നീ സിംഹമായി തന്നെ ജീവിക്കണം, സിംഹമായി തന്നെ മരിക്കണം എന്ന് പറഞ്ഞു. ആ സിംഹം പിന്നെ ആ വൃദ്ധനായ സിംഹത്തിന്റെ കൂടെ കാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഹിന്ദുരക്ഷാ